അഭിനയം പോലെ തന്നെ അനുസിതര ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന ഒന്നാണ് നൃത്തം. 2 വർഷമായി അഭിനയത്തിൽ താരം അത്ര സജീവമല്ല. യാത്രകളും മറ്റുകളുമായി തിരക്കിലാണ്. സ്കൂൾ കാലം മുതൽ മോഹിനിയാട്ടം അഭ്യസിക്കുന്നുണ്ട് നടി. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥിയായിരുന്നു ഏറെക്കാലം. രാമന്റെ ഏദൻതോട്ടം അടക്കമുള്ള സിനിമകളിൽ നൃത്യാധ്യാപികയായി താരം പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട്. സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും ഇപ്പോൾ നൃത്യാധ്യാപികയുടെ റോൾ അനുസിതാര ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അതിനായ സ്ഥാപനവും ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല വിദേശത്തും അനുസിതാര നൃത്തവിദ്യാലയം ആരംഭിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് നടി യുഎഇയിൽ പുതിയ നൃത്തവിദ്യാലയം ആരംഭിച്ചത്. കമലദളം എന്ന് പേരിട്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നൃത്തം മാത്രമല്ല സംഗീതത്തിനും കുട്ടികളെ അഭ്യസിപ്പിക്കുന്നുണ്ട്. അനുവിന്റെ നൃത്തത്തിലാണ് അഭിരുചിയെങ്കിൽ സഹോദരി അനു സോനതയ്ക്ക് സംഗീതത്തിലാണ് പ്രിയം. അഭിനയത്തിനും ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട്. മ്യൂസിക് ആൽബത്തിലൂടെ ആയിരുന്നു അരങ്ങേറ്റം. കമലദളം ജീവിതത്തിലെ വലിയ സ്വപ്നമായിരുന്നു എന്നാണ് അനുസിതാര പറയാറുള്ളത്. വയനാട് സ്വദേശിയായ അനുസിതാര നാട്ടിലും വിദേശത്തുമായി വലിയൊരു ശിഷ്യഗണമുണ്ട്. ഇപ്പോഴത്തെ നടിയുടെ കമലദളത്തിൽ അപ്രതീക്ഷിതമായി ഒരു അതിഥി എത്തിയതിന്റെ വീഡിയോ ആണ് വൈറലാകുന്നത്. മറ്റാരുമല്ല നടി കാവ്യ മാധവനായിരുന്നു കമലദളം സന്ദർശിക്കാൻ എത്തിയ സ്പെഷ്യൽ ഗസ്റ്റ്. ഒപ്പം മകൾ മഹാലക്ഷ്മിയും അമ്മ ശ്യാമള മാധവനും ഉണ്ടായിരുന്നു. കാവ്യയും കുട്ടിക്കാലം മുതൽ നൃത്തത്തോടും സംഗീതത്തോടും കമ്പമുള്ള ആളാണ്. പാട്ടുകൾ എഴുതി റിലീസ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കാവ്യ മാധവനും അനുസിതാരയും ഒരു ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കും അതൊരു കൗതുകമായി മാറി. അനുസിത സിനിമയിൽ അരങ്ങേറ്റം കാലം മുതൽ തന്നെ കേൾക്കുന്ന കമന്റാണ് കാഴ്ചയിൽ കാവ്യ മാധവന്റെ ഫോട്ടോ കോപ്പിയാണെന്നും കണ്ണും രൂപവും മുടിയുമെല്ലാം കാവ്യയോട് അനുവിന് സാദൃശ്യമുണ്ടെന്ന് പറയാൻ പ്രേക്ഷകരെ പ്രേരിപ്പിച്ചു. കാവ്യയ്ക്കുള്ളതുപോലെ തന്നെ ശാലീനമായ സൗന്ദര്യമാണ് അനുസിതാരയ്ക്കും ആരാധകരെ നേടിക്കൊടുത്തത്.